Dear students, all of you are welcome to Botany online class. In the previous class, we had complete our first chapter. Today, we are going to start our second chapter, and the name of the chapter is Sexual Reproduction in Flowering Plants. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത്തെ ചാപ്റ്റർ തുടങ്ങാൻ പോവുകയാണ്. ചാപ്റ്ററിൻ്റെ പേര് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. First of all, we are going to talk about flower. What is a flower? Flower is a fascinating organ of angiosperms. All flowering plants show sexual reproduction. ആൻജിയോസ്പേംസിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഫ്ലവർ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആർ കളക്റ്റീവ്ലി കാൾഡ് ആൻജിയോസ്പേംസ്. അപ്പോൾ ആൻജിയോസ്പേംസിൻ്റെ മാത്രം പ്രത്യേകതയാണ് ഫ്ലവർ. ഇനി എല്ലാ ഫ്ലവറിംഗ് പ്ലാന്റ്സിലും എന്ത് നടക്കുന്നുണ്ട്? സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. എ ടിപ്പിക്കൽ ഫ്ലവർ ഹാസ് 4 ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് വേൾഡ്സ്. ഒരു പൂവെടുത്ത് നോക്കിയാൽ അതിന് പ്രധാനമായും 4 ഭാഗങ്ങളാണുള്ളത്. ഇൻ +1 you have already learned about the different parts of a flower. Do you remember it? +1 നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫ്ലവേഴ്സിൻ്റെ പാർട്സ് ഏതൊക്കെയാണെന്ന്. ഓർക്കുന്നുണ്ടോ? ഏതൊക്കെയാണ് പാർട്സ്? അതേ ആർ കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. ഇതിൽ കാലിക്സും കൊറോളയും അസസറി ഓർഗൻസ് എന്ന് പറയും. അതായത് അവയ്ക്ക് റീപ്രൊഡക്ഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. റീപ്രൊഡക്റ്റീവ് പാർട്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും. ഇതും നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. അപ്പോൾ കാലിക്സ് ആൻഡ് കൊറോള ആർ കാൾഡ് അസസറി ഓർഗൻസ്, വൈൽ ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ആർ കാൾഡ് റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ആയ ആൻഡ്രീഷ്യത്തെയും ഗൈനീഷ്യത്തെയും കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ആൻഡ്രീഷ്യത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ആൻഡ്രീഷ്യം കൺസിസ്റ്റ് ഓഫ് എ വോൾ ഓഫ് സ്റ്റേമൻസ് റെപ്രസെൻറ്റിംഗ് ദ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ. ആൻഡ്രീഷ്യം എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം സ്റ്റേമൻസ് ആണ്. ഇനി എന്താണ് സ്റ്റേമൻ എന്ന് പറഞ്ഞാൽ? ആൻഡ്രീഷ്യത്തിൻ്റെ ഓരോ യൂണിറ്റിനും പറയുന്ന പേരാണ് സ്റ്റേമൻ എന്ന് പറയുന്നത്. എ ടിപ്പിക്കൽ ആൻജിയോസ്പേം സ്റ്റേമൻ ഷോസ് 2 പാർട്സ്, നെയിമിലി ആന്തർ ആൻഡ് ഫിലമെൻറ്റ്. ഇപ്പോൾ ഒരു പൂവെടുത്തിട്ട് നമ്മൾ അതിൻ്റെ സ്റ്റേമൻ എടുത്ത് നോക്കിയാൽ അതിന് പ്രധാനമായി 2 ഭാഗങ്ങളാണുള്ളത്. ആന്തർ എന്നും ഫിലമെൻ്റ് എന്നും പറയും. The long and slender stalk called filament and the terminal bilobed structure called anther. സ്റ്റേമന് ഒരു സ്റ്റോക്ക് ഉണ്ട്, നീളമുള്ള ഒരു സ്റ്റോക്ക് ഉണ്ട്. ആ സ്റ്റോക്കിന് പറയുന്ന പേരാണ് ഫിലമെൻറ്റ്. ഇനി ആ ഫിലമെൻറ്റിൻ്റെ അറ്റത്തായിട്ട് ഒരു ബൈലോബ്ഡ് സ്ട്രക്ചർ, 2 അറകളുള്ള ഒരു സ്ട്രക്ചർ കാണാം. അതിനെയാണ് ആന്തർ എന്ന് പറയുന്നത്. The number and length of stamens are variable in flowers of different species. വ്യത്യസ്ത പൂക്കളിൽ സ്റ്റേമൻസിൻ്റെ എണ്ണവും സ്റ്റോക്കിൻ്റെ നീളവും ഫിലമെൻറ്റിൻ്റെ നീളവും ഒക്കെ വ്യത്യസ്തമായിരിക്കും. A typical angiosperm anther is bilobed with each lobe having 2 theca. That is, they are dithecous. അതായത് നമ്മളൊരു ആൻജിയോസ്പേം ആന്തർ എടുത്ത് നോക്കിയാൽ 2 ലോബ് ഉണ്ടാവും. ആ 2 ലോബിലും വീണ്ടും 2 അറകൾ വീതം കാണപ്പെടും. അതുകൊണ്ട് അതിനെ ഡൈതീക്കസ് ആന്തർ എന്നാണ് വിളിക്കുന്നത്. The bilobed nature of an anther is very distinct in the transverse section of anther. അപ്പോൾ നമ്മൾ ഈ ആന്തറിൻ്റെ ഒരു TS എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ബൈലോബ്ഡ് നേച്ചർ വളരെ വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. The anther is a 4-sided structure consisting of 4 microsporangia located at the corners, 2 in each lobe. ഇനി ആന്തർ എന്ന് പറയുന്നത് 4 വശങ്ങളുള്ള ഒരു സ്ട്രക്ചറാണ്. ആ 4 വശത്തായിട്ട് ഓരോ മൈക്രോസ്പൊറാഞ്ചിയ വീതം കാണപ്പെടും. The microsporangia develop further and become pollen sacs. അപ്പോൾ ഈ മൈക്രോസ്പൊറാഞ്ചിയാണ് പിന്നീട് ഡെവലപ്പ് ചെയ്ത് പോളൻ സാക്സ് ആയിട്ട് മാറുന്നത്.
ഇൻസൈഡ് ദ പോളൻ സാക്സ് പോളൻ ഗ്രെയിൻസ് ആർ ഫോംഡ്. ഈ പോളൻ സാക്കിനകത്താണ് എന്ത് ഫോം ചെയ്യുന്നത്? പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ പൂമ്പൊടി എന്ന് പറയത്തില്ലേ, പോളൻ ഗ്രെയിൻസ് ഫോം ചെയ്യുന്നത് ഈ പോളൻ സാക്കിലാണ്. ലെറ്റ് us examine the structure of microsporangium. ഇനി നമുക്ക് മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ പഠിക്കാനുണ്ട്. It is generally surrounded by 4 wall layers, that is the epidermis, endothelium, middle layers and tapetum. It is generally surrounded by 4 wall layers. സാധാരണയായിട്ട് 4 ലെയറുള്ള ഒരു സ്ട്രക്ചറാണ് മൈക്രോസ്പൊറാഞ്ചിയം എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് 4 ലെയേഴ്സ് എന്ന് നോക്കാം. എപ്പിഡെർമിസ്, endothelium, middle layers and tapetum. The outer 3 wall layers perform the function of protection and help in dehiscence of anther to release the pollen grains. ആദ്യത്തെ 3 ലെയേഴ്സ്, അതായത് എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയേഴ്സ്, ഇതിന് 3നും പ്രൊട്ടക്ഷനാണ് ഫങ്ഷൻ. The outer 3 wall layers perform the function of protection and help in the dehiscence of anther. എന്താണ് dehiscence of anther എന്ന് പറഞ്ഞാൽ? ആന്തർ പാകമായിട്ട് പൊട്ടി അതിനകത്തുനിന്ന് പോളൻ ഗ്രെയിൻസ് ലിബറേറ്റ് ചെയ്യുന്നതിനാണ് ഡെഹിസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡെഹിസൻസിനെ സഹായിക്കുന്നതും ഈ വാൾസ് ആണ്. The innermost wall layer is the tapetum. ഇനി ഏറ്റവും ഉള്ളിലുള്ള ലെയറിന് പറയുന്ന പേരാണ് tapetum. It nourishes the developing pollen grains. അതിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഡെവലപ്പ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസിനെ നറിഷ് ചെയ്യുക, പോഷണം കൊടുക്കുക. Cells of the tapetum possess dense cytoplasm and generally have more than one nucleus. When the anther is young, a group of compactly arranged homogeneous cells called the sporogenous tissue occupies the center of each microsporangium. ഇനി cells of the tapetum possess dense cytoplasm and generally have more than one nucleus. ടപ്പീറ്റൽ സെൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ നിറയെ സൈറ്റോപ്ലാസം ഉണ്ടായിരിക്കും, അതുപോലെ ഒന്നിൽ കൂടുതൽ ന്യൂക്ലിയസും ഉണ്ടാവും. ഇനി ഈ ആന്തർ മെച്ചുറാവുന്ന സമയത്ത് ഇതിനകത്ത്, അതായത് വെൻ ദ ആന്തർ ഈസ് യങ്, എ ഗ്രൂപ്പ് ഓഫ് കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ഹോമോജീനസ് സെൽസ്, അതായത് യങ്ങായിരിക്കുന്ന സമയത്ത് മെച്ചുറാകുമ്പോഴല്ല, യങ്ങായിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട്, നമ്മുടെ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ സെൻറ്ററിലായിട്ട് ഹോമോജീനസ് ടിഷ്യൂ, അതായത് ഒരേപോലുള്ള കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ഹോമോജീനസ് ടിഷ്യൂ എന്നാണ് പറഞ്ഞേക്കുന്നത്. കോമ്പാക്ട്ലി അറേഞ്ച്ഡ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഇൻ്റർസെല്ലുലാർ സ്പേസ് ഇല്ലാതെ അടുക്കി വെച്ചിരിക്കുന്ന, അതാണ് കോമ്പാക്ട്ലി അറേഞ്ച്ഡ് എന്ന് പറയുന്നത്. കോമ്പാക്ട്ലി അറേഞ്ച്ഡ് homogeneous cells called sporogenous tissue occupies the center of each microsporangium. ആന്തർ എങ്ങായിരിക്കുമ്പോൾ ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെയും സെൻറ്ററിൽ കാണപ്പെടുന്ന ഹോമോജീനസ് ടിഷ്യൂവിനെ വിളിക്കുന്ന പേരാണ് സ്പോറോജീനസ് ടിഷ്യൂ. Then the next is microsporogenesis. എന്താണ് മൈക്രോസ്പോറോജെനസിസ്? As the anther develops, the cells of the sporogenous tissue undergo meiosis and form microspore tetrads. ഇനി ആന്തർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് the cells of the sporogenous tissue, എന്താണ് സ്പോറോജീനസ് ടിഷ്യൂ? നേരത്തെ പറഞ്ഞില്ലേ, മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ സെൻറ്ററിലുള്ള ഹോമോജീനസ് കോമ്പാക്ട്ലി അറേഞ്ച്ഡ് ഹോമോജീനസ് ടിഷ്യൂവിനാണ് സ്പോറോജീനസ് ടിഷ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആന്തർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഈ സ്പോറോജീനസ് ടിഷ്യൂ മിയോസിസിന് വിധേയമാകും. എന്നിട്ട് മൈക്രോസ്പോർ ടെട്രാഡ്സ് ഉണ്ടാവും. As each cell of the sporogenous tissue is capable of giving rise to microspore tetrad. ഇനി ആ സ്പോറോജീനസ് ടിഷ്യൂവിലെ ഓരോ സെല്ലും എന്തിന് കഴിവുള്ളതാണ്? ഓരോ മൈക്രോസ്പോർ ടെട്രാഡ് വീതം ഉണ്ടാകാൻ കഴിവുള്ളതാണ്. ഈച്ച് വൺ ഈസ് കാൾഡ് മൈക്രോസ്പോർ മദർ സെൽ.
അതിനെ ഓരോന്നിനെയും എന്ത് വിളിക്കും? മൈക്രോസ്പോർ മദർ സെൽ എന്ന് വിളിക്കും. അപ്പോൾ സ്പോറോജീനസ് ടിഷ്യൂവിലെ ഓരോ സെല്ലും ഓരോ മൈക്രോസ്പോർ ടെട്രായ്ഡ് വീതം പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ ഓരോന്നിനെയും വിളിക്കുന്ന പേരാണ് മൈക്രോസ്പോർ മദർ സെൽ. ഓക്കെ. ദ പ്രോസസ് ഓഫ് formation of microspores from a pollen mother cell through meiosis is called microsporogenesis. What is microsporogenesis? പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. The process of formation of microspores from pollen mother cell through meiosis is called microsporogenesis. The microspores thus formed are arranged in a cluster of 4 cells. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന മൈക്രോസ്പോർട്സ് ഒരു 4 സെല്ലുകൾ ചേർന്നിട്ടുള്ള ഒരു കൂട്ടമായിട്ടാണ് കാണപ്പെടുന്നത്. അതിനെയാണ് മൈക്രോസ്പോർ ടെട്രായ്ഡ് എന്ന് വിളിക്കുന്നത്. ആസ് ദ ആന്തർ മെച്യൂർ ആൻഡ് ഡീഹൈഡ്രേറ്റ് ദ മൈക്രോസ്പോർട്സ് ഡിസോസിയേറ്റ് ഫോം ഈച്ച് അതർ ആൻഡ് ഡെവലപ്പ് ഇൻ ടു പോളൻ ഗ്രെയിൻസ്. ഇനി ആന്തർ മെച്യൂർ ആവുന്ന സമയത്ത് മൈക്രോസ്പോർട്സ് ഡിസോസിയേറ്റ് ചെയ്ത് മാറി ഇത് എന്തായിട്ട് ഡെവലപ്പ് ചെയ്യും? പോളൻ ഗ്രെയിൻസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. ഇൻസൈഡ് ഈച്ച് മൈക്രോസ്പൊറാഞ്ചിയം സെവറൽ തൗസൻഡ്സ് ഓഫ് മൈക്രോസ്പോർട്സ് ഓർ പോളൻ ഗ്രെയിൻസ് ആർ ഫോംഡ് ദാറ്റ് ആർ റിലീസ്ഡ് വിത്ത് ദ ഡെഹിസൻസ് ഓഫ് ആന്തർ. ഇനി ഓരോ മൈക്രോസ്പൊറാഞ്ചിയത്തിനകത്തും ആയിരക്കണക്കിന് മൈക്രോസ്പോർട്സ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് ആണ് ഫോം ചെയ്യുന്നത്. ആന്തർ പൊട്ടിയിട്ട് പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ഈസ് പോളൻ ഗ്രെയിൻ. ഇനി എന്താണ് പോളൻ ഗ്രെയിൻ എന്നാണ്? പൂമ്പൊടി എന്ന് പറയില്ലേ? നമ്മളിപ്പോൾ ഒരു പൂ എടുത്തിട്ട്, ഇപ്പോൾ എക്സാമ്പിൾ ഒരു ചെമ്പരത്തിപ്പൂ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കൈയുടെ വെള്ളയിലേക്ക് അതിനെ ഒന്ന് കുടഞ്ഞു കഴിഞ്ഞാൽ ആ മഞ്ഞ ഒരു പൊടി നമ്മുടെ കയ്യിൽ വീഴത്തില്ലേ? അതാണ് പൂമ്പൊടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻ എന്ന് പറയുന്നത്. ദ പോളൻ ഗ്രെയിൻ റെപ്രസെൻറ്റ് ദ മെയിൽ ഗാമറ്റോഫൈറ്റ്. ഇപ്പോൾ നമ്മളിവിടെ പോളൻ ഗ്രെയിനെ വിളിക്കുന്നത് മെയിൽ ഗാമറ്റോഫൈറ്റ് എന്നാണ്. പോളൻ ഗ്രെയിൻസ് വേരി ഇൻ ദെയർ സൈസ്, ഷേപ്സ്, കളേഴ്സ്, ഡിസൈൻസ് എക്സെട്ര. അപ്പോൾ ഓരോ സ്പീഷീസ് വേരി ചെയ്യുന്നതിനനുസരിച്ച് പോളൻ ഗ്രെയിൻസിൻ്റെ സൈസ്, ഷേപ്പ്, കളറ്, ഡിസൈൻ ഒക്കെ വ്യത്യാസപ്പെടും. പോളൻ ഗ്രെയിൻസ് ആർ ജനറലി സ്ഫെറിക്കൽ ഇൻ ഷേപ്പ്, മെഷറിംഗ് 25 to 50 മൈക്രോമീറ്റേഴ്സ് ഇൻ ഡയമീറ്റർ. അപ്പോൾ സാധാരണ പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞു സൈസ്, ഷേപ്പ്, കളറ്, ഡിസൈൻ ഇതിലൊക്കെ വേരി ചെയ്യുമെന്ന് പറഞ്ഞു സ്പീഷീസ് മാറുന്നതിനനുസരിച്ച് അല്ലേ. സാധാരണയായിട്ട് സ്ഫെറിക്കൽ ഷേപ്പാണ്. പിന്നെ അതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് വളരെ വളരെ മൈന്യൂട്ടായിരിക്കും. അതായത് 25 to 50 മൈക്രോമീറ്റേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്ര മൈക്രോസ്കോപ്പിക് ആയിരിക്കും. ഇറ്റ് ഹാസ് എ പ്രോമിനൻറ്റ് 2-layered wall. The hard outer layer is called exine and it is made up of sporopollenin, which is one of the most resistant organic material known. It can withstand high temperatures and strong acids and alkali. അതായത് പോളൻ ഗ്രെയിൻസ് 2 ലെയർ ഉണ്ട്. ഇറ്റ് ഹാസ് എ പ്രോമിനൻറ്റ് 2-layered വാൾ. 2 വാൾസ് ഉണ്ട്. അതിൽ ഔട്ടർ വാളിനെ എക്സൈൻ എന്നാണ് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് മേഡപ്പ് ഓഫ് സ്പോറോപോളിനിൻ. സ്പോറോപോളിനിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് ഉപയോഗിച്ചാണ് എക്സൈൻ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വിച്ച് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് റെസിസ്റ്റൻറ്റ് ഓർഗാനിക് മെറ്റീരിയൽ നോൺ. അതായത് അതിന് നാശം സംഭവിക്കില്ല. ഇറ്റ് ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹൈ ടെമ്പറേച്ചേഴ്സ് ആൻഡ് സ്ട്രോങ് ആസിഡ്സ് ആൻഡ് ആൽക്കലി. എത്ര വലിയ ടെമ്പറേച്ചർ ആയാലും അതുപോലെ സ്ട്രോങ് ആസിഡ്സിലും ആൽക്കലിയിലും ഒക്കെ നിലനിൽക്കാൻ അതിന് കഴിയും. ഈ സ്പോറോപോളിനിന് കഴിയും. നോ എൻസൈം ദാറ്റ് ഡീഗ്രേഡ്സ് സ്പോറോപോളിനിൻ ഈസ് സോ ഫാർ നോൺ. ഇതുവരെയും ഒരു എൻസൈമിനും അതിനെ ഡീഗ്രേഡ് ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. Pollen grain exine has prominent aperture called germ pore where sporopollenin is absent. അപ്പോൾ ഈ പോളൻ ഗ്രെയിന്
ഒരു ഭാഗത്തായിട്ട്, അതായത് എക്സൈനിൽ ഒരറ്റത്തായിട്ട് ഒരു ചെറിയൊരു അപ്പർച്ചർ മീൻസ് സുഷിരമുണ്ട്. അതിനെ ജേംപോർ എന്നാണ് വിളിക്കുന്നത്. ആ സ്ഥലത്ത് സ്പോറോപോളിൻ ഇല്ല. Pollen grains are well preserved fossils because of the presence of sporopollen. അപ്പോൾ ഈ സ്പോറോപോളിൻ ഉള്ളത് കൊണ്ട് എത്ര നാൾ വേണേലും ഇത് കേടുകൂടാതിരിക്കും പോളൻ ഗ്രെയിൻ. അതുകൊണ്ട് അതിനെ പറയുന്ന വെൽ പ്രിസർവ്ഡ് ഫോസിൽ എന്നാണ്. The exine exhibits a fascinating array of patterns and designs. The inner wall of the pollen grain is called intine. അപ്പോൾ ഔട്ടർ വാളിനെ എക്സൈൻ എന്ന് വിളിച്ചു. ഇനി ഇന്നർ വാളിനെ ഇൻറ്റൈൻ എന്നാണ് വിളിക്കുന്നത്. ദ ഇന്നർ വാൾ ഓഫ് ദ പോളൻ ഗ്രെയിൻ ഈസ് കാൾഡ് ഇൻറ്റൈൻ. ഇറ്റ് ഈസ് എ തിൻ കണ്ടിന്യൂസ് ലെയർ മേഡപ്പ് ഓഫ് സെല്ലുലോസ് ആൻഡ് പെക്റ്റിൻ. അപ്പോൾ അത് നിർമ്മിച്ചിരിക്കുന്നത് സെല്ലുലോസും പെക്റ്റിനും കൊണ്ടാണ്. ദ സൈറ്റോപ്ലാസം ഓഫ് പോളൻ ഗ്രെയിൻ ഈസ് സറൗണ്ടഡ് ബൈ പ്ലാസ്മ മെംബ്രെയിൻ. When the pollen grain mature, it contains two cells, that is the vegetative cell and generative cell. ഇനി പോളൻ ഗ്രെയിൻ മെച്ചുർ ആകുന്ന സമയത്ത് അതിൽ രണ്ട് സെൽസാണ് കാണപ്പെടുന്നത്. ഒന്നിനെ വെജിറ്റേറ്റീവ് സെൽ എന്നും അടുത്തതിനെ ജനറേറ്റീവ് സെൽ എന്നും പറയും. The vegetative cell is bigger, has abundant food reserve and large irregularly shaped nucleus. വെജിറ്റേറ്റീവ് സെല്ലെന്ന് പറയുന്നത് വലിയ സെല്ലാണ്. അതിൽ നിറയെ റിസർവ് ഫുഡ് മെറ്റീരിയൽ ഉണ്ടായിരിക്കും. ഒരു ഇറഗുലർ ഷേപ്പുള്ള ന്യൂക്ലിയസും ഉണ്ടാവും. ദ ജനറേറ്റീവ് സെൽ ഈസ് സ്മോൾ ആൻഡ് ഫ്ലോട്ട്സ് ഇൻ ദ സൈറ്റോപ്ലാസം ഓഫ് ദ വെജിറ്റേറ്റീവ് സെൽ. ഇറ്റ് ഈസ് സ്പിൻഡിൽ ഷേപ്ഡ് വിത്ത് ഡെൻസ് സൈറ്റോപ്ലാസം ആൻഡ് ന്യൂക്ലിയസ്. അപ്പോൾ പോളൻ ഗ്രെയിൻ മെച്ചുർ ആകുന്ന സമയത്ത് രണ്ട് സെൽസ് ഉണ്ടാവും, വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും. അതിൽ വലിയ സെല്ലെന്ന് പറയുന്നത് വെജിറ്റേറ്റീവ് സെല്ലും ചെറിയ സെല്ലെന്ന് പറയുന്നത് ജനറേറ്റീവ് സെല്ല്. സാധാരണ ഏകദേശം ഒരു 60% ആൻജിയോസ്പേംസിൽ പോളൻ ഗ്രെയിൻസ് ഷെഡ് ചെയ്യുന്ന സമയത്ത് ഈ 2 സെൽഡ് സ്റ്റേജിലാണ് ഷെഡിങ് നടക്കുന്നത്. ഷെഡിങ് മീൻസ് പൊഴിയുക. പോളൻ ഗ്രെയിൻസ് ലിബറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും ഉള്ള ആ ഒരു കണ്ടീഷനിലായിരിക്കും പോളൻ ഗ്രെയിൻസ് ലിബറേറ്റ് ചെയ്യുന്നത്. എന്നാൽ ബാക്കിയുള്ള സ്പീഷീസിൽ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗാമേറ്റായിട്ട് മാറും. അപ്പോൾ പോളൻ ഗ്രെയിൻസ് ഷെഡ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗാമേറ്റായിട്ട് മാറും. അതിനുശേഷമായിരിക്കും പോളൻ ഗ്രെയിൻസ് ലിബറേറ്റ് ചെയ്യുന്നത്. 60% ചെടികളിലും 2 സെൽഡ് സ്റ്റേജ്, അതായത് വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും ഉള്ള സ്റ്റേജിലാണ് പോളൻ ഗ്രെയിൻസ് ലിബറേറ്റ് ചെയ്യുന്നത്. ബാക്കിയുള്ള സ്പീഷീസിൽ ജനറേറ്റീവ് സെല്ല് ഡിവൈഡ് ചെയ്ത് 2 മെയിൽ ഗാമേറ്റ് ആയതിനു ശേഷമാണ് പോളൻ ഗ്രെയിൻസ് ലിബറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി പല ആളുകളിലും ഈ പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് അലർജിക്കൊക്കെ കാരണമാകാറുണ്ട്. പോളൻ ഗ്രെയിൻസ് ഓഫ് മെനി സ്പീഷീസ് കോസ് സിവിയർ അലർജീസ് ആൻഡ് ബ്രോങ്കിയൽ അഫെക്ഷൻസ് in some people, often leading to chronic respiratory disorders like asthma, bronchitis, etc. അപ്പോൾ പല ആൾക്കാരിലും ഇത് അലർജിക്ക് അതുപോലെ റെസ്പിറേറ്ററി ഡിസോർഡേഴ്സിനൊക്കെ കാരണമാകാറുണ്ട്. ആസ്മ, അലർജി പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാകാറുണ്ട്. ഈ നമ്മുടെ അക്വേഷ്യയുടെ പൂവൊക്കെ ഇല്ലേ, അതിൻ്റെ ആ പോളൻ ഗ്രെയിൻസൊക്കെ ഭയങ്കരമായ ആസ്മയ്ക്ക്, എല്ലാവർക്കും ഇല്ല, ചില ആൾക്കാരിൽ. അപ്പോൾ അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് കണക്കാക്കിയാൽ മതി. അടുത്തത് പോളൻ ഗ്രെയിൻസിൻ്റെ ഇക്കണോമിക് ഇമ്പോർട്ടൻസ് ആണ്. പോളൻ ഗ്രെയിൻസ് ആർ റിച്ച് ഇൻ ന്യൂട്രിയൻസ്. ഇറ്റ് ഹാസ് ബിക്കം എ ഫാഷൻ ഇൻ റീസെൻറ്റ് ഇയേഴ്സ് ടു യൂസ് പോളൻ ടാബ്ലറ്റ്സ് ആസ് ഫുഡ് സപ്ലിമെൻറ്റ്സ്. നമ്മുടെ രാജ്യത്തൊന്നും ഇല്ലെങ്കിലും വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഈ പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് ഒരു ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം പോളൻ ഗ്രെയിൻസിനകത്ത് നിറയെ ന്യൂട്രിയൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് ടാബ്ലറ്റ്സും സിറപ്പും ഒക്കെ പോളൻ ഗ്രെയിൻസ് ഉപയോഗിച്ച് നിർമ്മിക്കാറുണ്ട്. ഒന്നും പരീക്ഷയ്ക്ക് ചോദിക്കില്ല, ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. ഇനി അടുത്തത് വയബിലിറ്റി ഓഫ് പോളൻ ഗ്രെയിൻസ്. എന്താണ് വയബിലിറ്റി എന്ന് പറഞ്ഞാൽ? എബിലിറ്റി ടു സർവൈവ് ഓർ ലിവ് സക്സസ്ഫുള്ളി
എബിലിറ്റി ടു സർവൈവ് എന്ന് പറഞ്ഞാൽ നിലനിൽക്കാനുള്ള കഴിവ്. അതായത് പോളൻ ഗ്രെയിൻസിൻ്റെ വയബിലിറ്റി എന്ന് പറയുമ്പോൾ ഇത് ഷെഡ് ചെയ്തതിന് ശേഷം, പോളൻ ഗ്രെയിൻസ് ലിബറേറ്റ് ചെയ്തതിന് ശേഷം എത്ര നേരം ഇത് ആക്റ്റീവായിരിക്കും, ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട് ഇത് എത്ര സമയം ആക്റ്റീവായിരിക്കും എന്നുള്ളതാണ് വയബിലിറ്റി എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വെൻ once they are shed, pollen grains have to land on the stigma before they lose viability if they have to bring about pollination or fertilization. അപ്പോൾ പോളൻ ഗ്രെയിൻസ് ലിബറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഉടൻ തന്നെ എന്ത് ചെയ്യണം, എവിടെ ലാൻഡ് ചെയ്യണം, സ്റ്റിഗ്മയിൽ ലാൻഡ് ചെയ്ത് കഴിയണം. ഏതിനു മുന്നേ, വയബിലിറ്റി നഷ്ടപ്പെടുന്നതിന് മുന്നേ സ്റ്റിഗ്മയിൽ ചെന്ന് വീണാലേ പോളിനേഷൻ നടന്ന് ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ആ സമയം എത്ര നേരം ഇത്, ഹൗ ലോങ് ഡു ദ പോളൻ ഗ്രെയിൻസ് റീറ്റെയിൻ വയബിലിറ്റി. അപ്പോൾ എത്ര നേരം ഈ പോളൻ ഗ്രെയിൻസിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും, നിലനിൽക്കാൻ പറ്റും, അതാണ് നോക്കുന്നത്. അത് ഓരോ സ്പീഷീസിലും വ്യത്യാസമായിരിക്കും. ഇപ്പോൾ റൈസ് പ്ലാന്റിലൊക്കെ ആണെങ്കിൽ, റൈസ്, വീറ്റ്, ഇതിനകത്തൊക്കെ ആണെങ്കിൽ പോളൻ ഗ്രെയിൻസ് ലോസ് വയബിലിറ്റി വിത്തിൻ 30 minutes. 30 മിനിറ്റിനകത്ത് അവിടെ പോളിനേഷൻ നടന്നിരിക്കണം, ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ വയബിലിറ്റി നഷ്ടപ്പെടും. പിന്നെ റോസേസിയെ, ലെഗുമിനോസെ, സൊളനേസിയെ തുടങ്ങിയ ഫാമിലി ഉണ്ടല്ലോ, ആ ഫാമിലിയിലെ പോളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് മാസങ്ങളോളം വയബിളായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അതുപോലെ നമുക്ക് ഈ പോളൻ ഗ്രെയിൻസിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. It is possible to store pollen grains of a large number of species for years in liquid nitrogen. വർഷങ്ങളോളം നമുക്ക് ഇതിനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും ലിക്വിഡ് നൈട്രജനിൽ. ലിക്വിഡ് നൈട്രജൻ എന്ന് പറയുന്നത് -196 ഡിഗ്രി സെൽഷ്യസ് ആണ്. -196 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ആ തണുത്ത ദ്രവ നൈട്രജനിൽ നമുക്ക് പോളൻ ഗ്രെയിൻസിനെ വർഷങ്ങളോളം സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇത് ഒരു സീഡ് ബാങ്ക് പോലെ, നമ്മൾ സീഡ് ബാങ്ക് എന്ന് പഠിച്ചിട്ടുണ്ട്, അതുപോലെ പോളൻ ബാങ്ക്സ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. സച്ച് സ്റ്റോർഡ് പോളൻ ക്യാൻ ബി യൂസ്ഡ് ആസ് പോളൻ ബാങ്ക്സ് ആൻഡ് ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ഇൻ ക്രോപ്പ് ബ്രീഡിംഗ് പ്രോഗ്രാംസ്. ക്രോപ്പ് ബ്രീഡിംഗ് പ്രോഗ്രാമിൽ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തതെന്ന് പറയുന്നത് പിസ്റ്റിലാണ്. ദ പിസ്റ്റിൽ ഓർ മെഗാസ്പൊറാഞ്ചിയം. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ.